ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോ വേൾഡ് ചെസ് ചാമ്പ്യൻ ഗുകേഷും ഇന്ത്യയുടെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന പ്രജ്ഞാനന്ദയും തമ്മിൽ നടന്ന തീപ്പാറിയ ഒരു പോരാട്ടമാണ്. ഇത് കഴിഞ്ഞ 2024 ഫിഡെ കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിലെ ഒരു ഗെയിമാണ്. രണ്ടാമത്തെ റൗണ്ടിൽ, അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഗുകേഷ് തിരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ നടന്ന ഗെയിമാണ്. ഇതിൽ വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് പ്രജ്ഞാനന്ദ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പോൺ ടു D4, പോൺ D5 കളിക്കുന്നു ഗുകേഷ്. പോൺ C4, ക്വീൻസ് ഗാംബിറ്റ്. പോൺ E6, ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ്. നൈറ്റ് F3, നോർമൽ ഓപ്പണിംഗ് ആണ്. നൈറ്റ് F6. ഇവിടെ വരുന്നു പോൺ G3. ഇതാണ് കാറ്റലൻ ഓപ്പണിംഗ് എന്നറിയപ്പെടുന്നത്. ബിഷപ്പിനെ G2ലേക്ക് കളിക്കാൻ വേണ്ടിയുള്ള മൂവ്. ഇവിടെ വരുന്നു ആദ്യം ബിഷപ്പ് കൊണ്ട് ഒരു ചെക്ക് വരുന്നു. ബിഷപ്പ് കൊണ്ട് തിരിച്ച് ബ്ലോക്ക് ചെയ്യലാണ് മെയിൻ മൂവ്. എന്നാൽ പ്രജ്ഞാനന്ദ നൈറ്റ് C3 ആണ് ചൂസ് ചെയ്യുന്നത്. പോൺ ടേക്സ് പോൺ. ഈ ഒരു പോണിനെ വെട്ടിമാറ്റുകയാണ്. ഇപ്പോൾ ഈ ഒരു പോൺ E4 കളിക്കാൻ സാധ്യമല്ല, കാരണം നൈറ്റ് ടേക്സ് പോൺ വരെ ഈ ഒരു നൈറ്റ് പിൻഡാണ്. അപ്പോൾ ഈ ഒരു പോൺ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നെക്സ്റ്റ് മൂവിൽ നമുക്ക് കാണാം ബിഷപ്പ് G2 ആണ് ഇവിടെ കളിക്കുന്നത് പ്രജ്ഞാനന്ദ. അപ്പോൾ ഒരു ക്ലിയർ പോൺ സാക്രിഫൈസ് ഇവിടെ നടന്നിരിക്കുകയാണ്. എന്നാൽ സെൻറ്ററിലുള്ള ഒരു പോണിനെ ഡീവിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഒരു മൂവിനെ കളിച്ചുകൊണ്ട് സെൻറ്റർ 2 പോൺ കൺട്രോൾ ചെയ്യും. ഇവിടെ ആദ്യം വരുന്നു കാസ്ലിംഗ് കിങ് സൈഡ്. അതേപോലെ തന്നെ വൈറ്റും ഇവിടെ കാസ്ലിംഗ് നടത്തുന്നു. അപ്പോൾ നൈറ്റ് C6 കളിച്ച് ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം നൈറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ക്വീൻ. എന്നാൽ അതിനെ നൈറ്റും ക്വീനും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോൺ A3, അതായത് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ ബിഷപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോൺ പുഷ് സാധ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പ് ടെക്സ് നൈറ്റ് കളിക്കേണ്ടി വരും. അതിനുശേഷം ഈ ഒരു പോൺ ടെക്സ് ബിഷപ്പ് വൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ ഒരു ബിഷപ്പിന് പകരം, അതായത് നൈറ്റിന് പകരം, വൈറ്റിൻ്റെ നൈറ്റിന് പകരം ബിഷപ്പിന് ലഭിക്കും. എന്നാൽ ഇവിടെ ഗുകേഷ് ചൂസ് ചെയ്യുന്നത് ബിഷപ്പ് E7, ബിഷപ്പിനെ തിരിച്ചെടുക്കുകയാണ് അങ്ങോട്ടേക്ക്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു പോൺ പുഷ് സാധ്യമാണ്. പോൺ E4ലേക്ക് വരികയാണ് പ്രജ്ഞാനന്ദയുടെ 2 പോണുകൾ സെൻട്രൽ. പോൺ A6, നൈറ്റിൻ്റെ ഈ ഒരു സ്ക്വയർ അവിടെ കൺട്രോൾ ചെയ്യുന്നു. ബിഷപ്പ് E3, ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. പോൺ B5, നമുക്ക് കാണാം നല്ലൊരു പോൺ സ്ട്രക്ചർ ഗുകേഷിൻ്റെ. ക്വീൻ E2ലേക്ക് വരുന്നു, ക്വീനെ ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പ് B7, റൂക്ക് D1. ഒരു പോണിൽ കൂടുതൽ കൺട്രോൾ കാണാം. പിന്നീട് ഈ ഒരു പോൺ പുഷിനുള്ള ഒരു ശ്രമം. നൈറ്റ് A5, ഈ ഒരു നൈറ്റ് ഇവിടുന്ന് മാറുന്നു. അതേപോലെ ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. അതുമാത്രമല്ല നമുക്ക് കാണാം ഈ ഒരു വീക്ക് സ്ക്വയറിൽ ഈ ഒരു നൈറ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അടുത്ത മൂവ് വരികയാണ് പോൺ D5. പോണിനെ മുന്നോട്ടേക്ക് തന്നെ പുഷ് ചെയ്യുകയാണ്. പ്രജ്ഞാനന്ദ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറ്റാക്ക് മോഡിലേക്ക് വരികയാണ്. നമുക്ക് കാണാം ഇവിടെ പോൺ ടെക്സ് പോൺ കളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഒരു പോൺ അതിന് വെട്ടിമാറ്റും, അല്ലെ കൺട്രോൾ ചെയ്യുകയാണ്. എന്നാൽ ഗെയിമിൽ സംഭവിച്ചത് പോൺ ടെക്സ് പോൺ വരുമ്പോൾ ഓൾറെഡി മുന്നേ ഇവിടെ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്ത പ്രജ്ഞാനന്ദ ഈ ഒരു പോണിനെ വെട്ടിമാറ്റാതെ പോൺ E5 കളിച്ചുകൊണ്ട് ഈ ഒരു പോണിനെ വെട്ടിമാറ്റാതെ, അതായത് ഒരു പോണിനെ കൂടി സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ പോൺ സാക്രിഫൈസ്, രണ്ടാമത്തെ പോണിനെ കൂടി സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് പ്രജ്ഞാനന്ദ. നമുക്ക് കാണാം ഇവിടെ ബ്ലാക്കിന് 8 പോണുകളുണ്ട്, എന്നാൽ വൈറ്റിന് ഇവിടെ ഇപ്പോൾ 6 പോണുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നൈറ്റിൽ അറ്റാക്ക്, നൈറ്റ് തിരിച്ചു പോവുകയാണ് E8ലേക്ക്. അപ്പോൾ അടുത്ത മൂവ് വരികയാണ് പോൺ E6. മൂന്നാമത്തെ പോണിനെ കൂടി സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ ഗുകേഷിനെതിരെ പ്രജ്ഞാനന്ദ. എന്നാൽ ഈ ഒരു പോണിനെ വെട്ടിമാറ്റുന്നത് അത്ര സേഫ് അല്ല. നൈറ്റ് വരും, പിന്നീട് അതേപോലെ വളരെ വലിയ അറ്റാക്ക് ഉള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഗുകേഷ് പോൺ F5ലേക്ക് കളിക്കുകയാണ്. ഈ ഒരു പോണിനെ അവിടെ ഇപ്പോൾ ബിഷപ്പ് അവിടെ ഡിഫെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉടൻ വരുന്നു നൈറ്റ് E5. നമുക്ക് കാണാം ഈ ഒരു സ്ക്വയറിൽ നൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നൈറ്റ് F6ലേക്ക് വരുന്നു. ഈ ഒരു നൈറ്റിൻ്റെ സ്ക്വയർ ഗാർഡ് ചെയ്യുന്നു. ക്വീൻ C2, ഈ ഒരു പോണിൽ അറ്റാക്ക് ക്വീൻ വന്നുകൊണ്ട് പോൺ C6, പോണിനെ
ഇവിടെ നമുക്ക് കാണാം ഒരു ഡയമണ്ട് ഫോർമേഷനിൽ എല്ലാ പോണുകളെയും ഇവിടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ക്വീൻ ടേക്സ് പോൺ വരുന്നു. അപ്പോൾ ക്വീൻ E8. പിന്നീട് ഈ ഒരു ക്വീനെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ലൈനിലേക്ക് കളിക്കാവുന്നതാണ്. ഗുകേഷിൻ്റെ ക്വീൻ ഗെയിമിലേക്ക് വരാൻ നോക്കുകയാണ്. എന്തായാലും ഈ ഒരു ബിഷപ്പ് ഇപ്പോൾ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ പിന്നീട് ഇങ്ങനെയുള്ളൊരു മൂവിന് സാധ്യതയുണ്ട്. നൈറ്റ് F7 നൈറ്റിനെ ഇവിടെ വളരെ നല്ലൊരു പൊസിഷനിലേക്ക് അറ്റാക്കിംഗ് മോഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വേണമെങ്കിൽ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് സാധ്യമാണ്. ബിഷപ്പ് C8 ബിഷപ്പിനെ കൊണ്ട് ഈ ഒരു പോണിൽ അറ്റാക്ക്. റൂക്ക് FE1 റൂക്ക് ഈ ഒരു ലൈനിൽ വരികയാണ്. നൈറ്റ് B7 ബിഷപ്പ് G5 ഈ ഒരു ബിഷപ്പ് ഇപ്പോൾ നൈറ്റിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നൈറ്റിനെ വെട്ടി മാറ്റിയതിന് ശേഷം പിന്നീട് ഈ ഒരു നൈറ്റ് ടേക്സ് പോൺ അല്ലെങ്കിൽ ബിഷപ്പ് ടേക്സ് പോൺ ഇങ്ങനെയുള്ള സാക്രിഫൈസിനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നാൽ ആദ്യം റൂക്ക് A7 കളിച്ചുകൊണ്ട് 7th റാങ്ക് കൺട്രോൾ ചെയ്യുകയാണ്. അതേപോലെ ഡിഫെൻസീവിലേക്ക് വരികയാണ് ആ ഒരു റൂക്ക് ഗുകേഷിൻ്റെത്. എന്നാൽ പ്രജ്ഞാനന്ദ അറ്റാക്കിംഗ് മോഡിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മൂവ് ബിഷപ്പ് ടേക്സ് നൈറ്റ്. ആദ്യം നൈറ്റിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. ബിഷപ്പ് ടേക്സ് ബിഷപ്പ്. അതിനുശേഷം വരുന്നു ബിഷപ്പ് സാക്രിഫൈസ് ബിഷപ്പ് ടേക്സ് പോൺ. നേരത്തെ തന്നെ 2 പോണുകളെ സാക്രിഫൈസ് ചെയ്ത് മൂന്നാമത്തെ പോണിനെ സാക്രിഫൈസ് ചെയ്യാൻ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബിഷപ്പ് സാക്രിഫൈസ് വരുന്നു. പോൺ ടേക്സ് ബിഷപ്പ് തിരിച്ചു കളിക്കുന്നു. നൈറ്റ് ടേക്സ് പോൺ. ഒരു ബിഷപ്പിൽ അറ്റാക്ക്. അതേപോലെ വളരെ നല്ല ഒരു അറ്റാക്കിംഗ് ചാൻസിനുള്ള സ്കോപ്പ്. ഇവിടെ പോൺ പുഷ് പിന്നീട് സംഭവിക്കാം. ഇവിടെ വരുന്നു ഇപ്പോൾ ഈ ഒരു പോൺ ഈ ഒരു നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിഷപ്പ് E7 ആദ്യം തന്നെ ആ ഒരു പോണിൻ്റെ ലൈൻ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ക്വീൻ G4 ഇവിടെ ക്വീൻ G4ലേക്ക് വന്നപ്പോൾ നൈറ്റ് D8 ഈ ഒരു നൈറ്റിനെ ഗുകേഷ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ആദ്യം നൈറ്റ് ടേക്സ് നൈറ്റ് വരുന്നു. ബിഷപ്പ് ടേക്സ് നൈറ്റ്. ക്വീൻ D4 നമുക്ക് കാണാം ഈ റൂക്കിൽ അറ്റാക്ക്. അതേപോലെ ഈ ഒരു പോണിലും ക്വീൻ ഉപയോഗിച്ചുള്ള അറ്റാക്ക്. എന്നാൽ ആദ്യം റൂക്ക് B7 റൂക്കിനെ അവിടെ നിന്ന് മാറ്റുന്നു. അതിനുശേഷം റൂക്ക് E4 റൂക്ക് ലിഫ്റ്റ് നടത്തുന്നു പ്രജ്ഞാനന്ദ. എന്നാൽ ബിഷപ്പ് F6 കളിച്ചുകൊണ്ട് ക്വീനിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് എല്ലാ അറ്റാക്കുകളെയും നിർവീര്യമാക്കുകയാണ് ഇവിടെ ഗുകേഷ്. കാരണം ഈ ഒരു റൂക്ക് വളരെ മനോഹരമായി ഈ ഒരു പോണിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സാക്രിഫൈസുകളെല്ലാം പിഴക്കുകയാണ് പ്രജ്ഞാനന്ദയ്ക്ക് ഈ ഒരു മൊമെൻറ്റിൽ. ക്വീൻ E3യിലേക്ക് വരുന്നു. എന്നാൽ ബിഷപ്പ് E7ൽ തിരിച്ചു പോകുന്നു. നമുക്ക് കാണാം ഇവിടെ റൂക്കിൻ്റെ ലൈൻ ഓപ്പൺ ചെയ്തു കൊടുക്കുക കൂടി ചെയ്യുകയാണ് ഈ ഒരു ബിഷപ്പ്. പിന്നീട് ബിഷപ്പിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ വരും. എന്നാൽ പ്രജ്ഞാനന്ദ പോൺ H4 കളിച്ചുകൊണ്ട് വീണ്ടും അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം വരുന്നു ക്വീൻ C6 ഈ ഒരു പോണിൽ കൂടുതൽ അറ്റാക്ക് വരുന്നു. പോൺ H5 ഈ ഒരു പോൺ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെയുള്ളൊരു അറ്റാക്കിന് വേണ്ടിയിട്ട് ക്വീനും ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു ബിഷപ്പ് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ബിഷപ്പ് C5 വളരെ വലിയൊരു അറ്റാക്കിംഗ് മൂവാണിത്. കാരണം ക്വീനിൽ അറ്റാക്ക്, ക്വീൻ മാറിക്കഴിഞ്ഞാൽ പോണിൽ അറ്റാക്ക്. ക്വീൻ വരുന്നു G5ലേക്ക്. ക്വീൻ G5 വന്നതോടുകൂടി നെക്സ്റ്റ് മൂവ് വരികയാണ്. ആദ്യം ബിഷപ്പ് ടേക്സ് പോൺ. ആ ഒരു പോണിനെ തിരിച്ചെടുക്കുന്നു. വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു പോണായിരുന്നത്. പാസ്റ്റ് പോൺ. അതിനെ ആദ്യം വെട്ടിമാറ്റുന്നു. അതിനുശേഷം വരുന്നു പോൺ H6. ഇവിടെ ക്വീനും പോണും കൂടി ഒരു ചെക്ക്മേറ്റ് അറ്റാക്ക്. എന്നാൽ നേരത്തെ ലിഫ്റ്റ് ചെയ്ത ആ ഒരു റൂക്ക് വളരെ ഫലപ്രദമായി ഇവിടെ പോണിനെ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ നല്ലൊരു ഡിഫെൻസീവ് പീസ്. ഇവിടെ നെക്സ്റ്റ് മൂവ് വരികയാണ് റൂക്ക് ടേക്സ് പോൺ. ഈ ഒരു പൊസിഷനിൽ വെച്ച് പ്രജ്ഞാനന്ദ ഗെയിം റിസൈൻ ചെയ്യുകയാണ്. ഗുകേഷ് ഈ ഒരു ഗെയിം വിജയിക്കുകയാണ്. കാരണം ഒരു എക്സ്ട്രാ പീസ് ഉണ്ട്. നേരത്തെ സാക്രിഫൈസ് ചെയ്ത ആ ഒരു ബിഷപ്പ് പ്രജ്ഞാനന്ദയ്ക്ക് നഷ്ടമാണ്. ആ ഒരു പീസ് സാക്രിഫൈസ് ഇവിടെ ഗുകേഷിനെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രജ്ഞാനന്ദക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫൻസിനെ ഇനി ബ്രേക്ക് ചെയ്യാൻ സാധ്യമല്ല.
അതേപോലെ ഇവിടെ ഇപ്പോൾ അടുത്ത പോണിനെ കൂടി വെട്ടിമാറ്റിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പോണിൽ അറ്റാക്ക്, അതേപോലെ ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള സ്കോപ്പ് ഇവിടെ തിരിച്ച് വലിച്ച് അതിനുള്ള ക്യൂവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാം. ഈ ഒരു അറ്റാക്ക് ഇവിടെ വിജയിക്കാൻ ചാൻസുമില്ല. അങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ച് പ്രജ്ഞാനന്ദ ഗുകേഷിനോട് തോൽവി സമ്മതിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഈ ഒരു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ 2 പ്ലേയേഴ്സ്, ഇന്ത്യൻ പ്ലേയേഴ്സ്, വേൾഡ് ചെസ് ചാമ്പ്യൻ ഗുകേഷും ഇന്ത്യയുടെ തന്നെ പ്രജ്ഞാനന്ദയും തമ്മിലുള്ള തീപാറിയ ഈ ഒരു പോരാട്ടം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. താങ്ക് യു.